അതെയോ? എന്തിനാ അച്ഛനും അമ്മ തരുന്നത്? ഒന്നുമില്ലടാ, അമ്മയ്ക്ക് ആപ്പിൾ കൊടുക്കാന്നും പറഞ്ഞ അച്ഛൻ ആപ്പിളൊക്കെ മുറിച്ചതാ. ഉണ്ണിക്കുട്ടിക്ക് ആപ്പിൾ വേണോ? ആ ശരി, എന്നാ ഇനി ഒരെണ്ണം വേണോ? ഇന്നാ 3 ആപ്പിൾ വേണോ? ശരി, ഇന്നാ മതി. ആദ്യം കയ്യിൽ തന്ന 2 കഴിക്ക്, പിന്നെ ഇനി ഒരെണ്ണം എടുക്കാം. ഒന്നും വേണ്ട, നീ കയ്യിലുള്ളത് ആദ്യം കഴിക്ക്. 3 ആപ്പിൾ വേണം, 4 ആപ്പിൾ വേണമെന്ന് പറയാൻ മാത്രം അറിയും. എന്നാ പിന്നെ മുഴുവനും കഴിക്കൊന്നുമില്ല. നീ എല്ലാം കയ്യിൽ മേടിച്ച് വെച്ചിട്ട് ഒരേ കടി കടിച്ചിട്ട് അവിടെ കളയാൻ വേണ്ടിയിട്ട്. അതൊന്നും വേണ്ട, നീ കയ്യിലുള്ളത് മുഴുവനും കഴിച്ചിട്ട് പിന്നെ ഒരെണ്ണം എടുത്താൽ മതി. അയ്യോ ശരി, വീടടാ. അമ്മ തന്നില്ലെങ്കിൽ എന്താണ്, അച്ഛൻ തരാ. ഇന്നാ അതെ, വെവ്വെവ്വൊക്കെ ശരി. ഇപ്പൊ നീ 3 ആപ്പിൾ കഴിക്കാതെ അവിടെ കളയി. എന്നിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്റെ മകള് കളയൊന്നുമില്ല, 3 ആപ്പിൾ മുഴുവനും കഴിക്കൂല്ലടാ. ആ, എങ്ങനെ നീ മുഴുവനും കഴിക്കണമെന്ന് ഞാൻ കാണട്ടെ. കഴിക്കാതെ അവിടെ കളഞ്ഞാലല്ലേ ഇപ്പൊ നിനക്ക് തല്ല് കിട്ടുള്ളൂ. ഒന്നുമില്ല, ഉന്നോട്ട് കഴിക്കും. ശരി, അവള് കഴിക്കണതിരിക്കട്ടെ, നീ ആദ്യം കഴിക്കുന്ന. അത് എനിക്ക് ഇപ്പൊ വേണ്ട. ഇപ്പഴല്ലേ ഭക്ഷണം കഴിച്ചത്, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. വേണ്ടേ? എടി, നിനക്ക് കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്ര നേരം ഇരുന്ന് ഈ ആപ്പിളൊക്കെ മുറിച്ചത്. അയ്യോ ശരി ഷമീർ, ഞാൻ കഴിക്കുകയില്ലെന്ന് പറയുന്നില്ലല്ലോ. ഞാൻ പിന്നെ കഴിച്ചോളാം. അവിടെ വെക്കി. എവിടെ വെക്കാൻ? അവിടെ വെക്കാൻ വേണ്ടിട്ടാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പൊ ഈ ആപ്പിളൊക്കെ മുറിച്ചു വെച്ചത്? അതൊന്നും പറ്റില്ല ഐഷു. കഴിച്ച ഭക്ഷണം ദഹിക്കണമെങ്കിൽ ഇപ്പൊ നീ ആപ്പിളൊക്കെ കഴിക്കണം. അതുമല്ലാതെ കൺസീവ് ആയിരിക്കുന്ന സമയത്ത് ഭക്ഷണത്തിനേക്കാളും കൂടുതൽ ഫ്രൂട്ട്സ് തന്നെ കഴിക്കണം. ഞാൻ നിന്നെക്കൊണ്ട് നേരത്തെ പറഞ്ഞതല്ലേ, നീ ഭക്ഷണം കുറവായി കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കണമെന്ന്. അയ്യോ ഷമീർ, ഞാൻ കഴിക്കില്ലെന്ന് പറയുന്നില്ലല്ലോ. ഞാൻ കഴിച്ചോളാം, പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ഒരു കുറച്ച് കഴിഞ്ഞും വേണ്ട. കുറച്ച് കഴിഞ്ഞ് കഴിക്കാന്നും പറഞ്ഞ് നീ പറയും, പക്ഷെ അത് അവിടെ തന്നെ ഇരിക്കും, നീ കഴിക്കുകയില്ല, എന്നെ പറ്റിക്കും. എനിക്ക് നല്ലോണം അറിയാം. ഇപ്പൊ തന്നെ എന്റെ മുമ്പിൽ ഈ ആപ്പിൾ പകുതിയെങ്കിലും നീ കഴിക്കണം. ഹാ, അത് അമ്മൂസ് പറഞ്ഞത് ശരിയാണ്. അമ്മ ആപ്പിൾ കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ വടിയെടുത്ത് 2 എണ്ണം കൊടുക്ക, അപ്പൊ തന്നെ നിന്റെ അമ്മ കഴിക്കും. എന്ത്, വടിയെടുത്ത് തല്ലുവോ? അത് ശരി, അച്ഛനും മകളും കൂടെ എന്നെ വടിയെടുത്ത് തല്ലിന്റെ ആയോ? എടി കുള്ളി പാറു, നിന്റെ അച്ഛനുള്ള ധൈര്യത്തിൽ എന്നെ വടിയെടുത്ത് തല്ലാനാണോ പറയണേ? നിന്റെ അച്ഛൻ ജോലിക്ക് പോയാലേ അതേ വടിയും കൊണ്ട് നിനക്ക് തിരിച്ചു 2 എണ്ണം കിട്ടും, അത് മറക്കല്ലേ. അമ്മ അച്ഛനില്ലാത്തപ്പോ ഉന്നോട്ട് തല്ലിയാലേ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും അമ്മനെ തല്ലും, ഇല്ലേക്കാ? അല്ലാതെ പിന്നെ എന്റെ മകളുടെ മെറ്റ് തൊട്ടോ വന്നിട്ട് അതിന്റെ 2 ഇരട്ടി തല്ല് നിന്റെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടും. എന്താ ഷമീർ, അവള് പറയണതും കേട്ടിട്ട് എന്നെ തല്ലുവോ? അവള് പറയണത് കേട്ടിട്ടൊന്നും തല്ലില്ല. ഇപ്പൊ നീ ഈ ആപ്പിൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ഉറപ്പായിട്ടും തല്ലും. മര്യാദക്ക് ഒരു 4-5 പീസെങ്കിലും കഴിക്കി. അയ്യോ വേണ്ടെന്ന്, വയറ് ഫുള്ളായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിൽ ഒരെണ്ണം കഴിച്ചാൽ പോലും ചിലപ്പോ ഛർദിക്കും. എടി, അങ്ങനെ ഛർദിക്കുന്നൊക്കെ പറഞ്ഞ് നീ എന്നെ പറ്റിക്കണ്ട. 1 പീസ് ആപ്പിൾ കഴിക്കുമ്പോഴേക്കൊന്നും അങ്ങനെ ഛർദിക്കില്ല. നീ 1 പീസ് എടുത്ത് കഴിക്കി. ഐഷുമ്മ, ഇങ്ങനെയുള്ള സമയത്ത് കഴിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാം. എന്നാലും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കണോടാ. ഇതിപ്പോ നീ കഴിക്കണത് നിനക്ക് വേണ്ടിയിട്ടല്ല, വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞുകുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഫ്രൂട്ട്സ് ഒക്കെ നിറയെ കഴിച്ചാൽ തന്നെ കുഞ്ഞുകുട്ടി ആരോഗ്യമായിട്ട് ഇരിക്കുള്ളൂ. അതിലും ആദ്യത്തെ 3 മാസമാണ് കുട്ടീന്റെ ബ്രെയിൻ മുതൽ എല്ലാ പാർട്സും ഡെവലപ്പ് ആവുന്നത്. ഈ സമയത്താണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വിറ്റമിൻസും മിനറൽസും എല്ലാം ആവശ്യം. നീ കഴിക്കണ ഭക്ഷണത്തിലൂടെയല്ലേ ഇതൊക്കെ കുട്ടിക്ക് കിട്ടുക. അപ്പൊ ആദ്യത്തെ 3 മാസം നീ നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കഴിച്ചാൽ തന്നെ അതിലുള്ള പ്രോട്ടീൻസ് വിറ്റമിൻസ് എല്ലാം കുട്ടിക്ക് കിട്ടും. കുട്ടി നല്ല ആരോഗ്യത്തോടെ വളരും. കുട്ടി ജനിക്കണ വരെ ഈ 9 മാസം നീ കഴിക്കണത് നിനക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, കുട്ടിക്ക് വേണ്ടിയിട്ടുമാണെന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ നോക്ക ഐഷു. ശരി ഷമീർ, ഞാൻ കഴിക്കാം.
കഴിച്ചില്ലെങ്കിലേ ഉണ്ണിട്ടി വടിയെടുത്തിട്ട് വന്ന് അച്ഛനോട് പറഞ്ഞ് അച്ഛൻ തല്ലും. ഇടി കുള്ളി പാറു, എപ്പോഴാ അച്ഛൻ എന്നെ തല്ലണമെന്നാണോ നീ കാത്തിരിക്കണേ? ഒന്ന് പോടി അങ്ങോട്ട്. എടി അവളെ ചീത്ത പറയാതെ ആദ്യം ആപ്പിൾ കഴിക്കി. അതെ, അമ്മ ആപ്പിൾ കഴിക്കി, എന്നാലല്ലേ അമ്മന്റെ വയറ്റിലുള്ള കുഞ്ഞു വാവിക്ക് ആപ്പിൾ കിട്ടുവല്ലോ. അതെ കണ്ടോ, റിയ കുട്ടിക്ക് അറിഞ്ഞത് പോലും നിനക്ക് അറിയുന്നില്ല. അവളുടെ കുഞ്ഞു കുട്ടിക്ക് ആപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ നിന്നെ ആപ്പിൾ കഴിക്കാൻ പറയണ്. ആപ്പിൾ കഴിക്കി, എന്നാലല്ലേ കുഞ്ഞുകുട്ടിക്ക് ആപ്പിൾ കിട്ടുവുള്ളൂ. അതെ, അമ്മുതിന്റെ കുഞ്ഞുണ്ണി ആപ്പിൾ വേണമെന്ന് പറയണു. അമ്മയ്ക്ക് കേട്ടില്ലേ? അമ്മ ആപ്പിൾ കഴിച്ചാലല്ലേ കുഞ്ഞുകുട്ടിക്ക് ആപ്പിൾ കിട്ടുവല്ലോ. കണ്ടോ, അവൾ പറയണത് കേട്ടിട്ടെങ്കിലും ആപ്പിൾ കഴിക്കുക ഐഷു. അയ്യോ ശരി, ഇപ്പൊ എന്താ, ഞാൻ ആപ്പിൾ കഴിക്കണം അത്രയല്ലേ? ഞാൻ കഴിക്കാം. ഹായ് അച്ഛാ, അമ്മ ആപ്പിൾ കഴിക്കാൻ പറഞ്ഞു. അപ്പോ ഉണ്ണിയുട്ടിയും ആപ്പിൾ കഴിക്കും, അമ്മന്റെ വയറ്റിലുള്ള കുഞ്ഞു അനിയനും ആപ്പിൾ കഴിക്കും. ഇല്ലച്ചാ? അതേടാ, ഇപ്പോ അമ്മൂസ് ആപ്പിൾ കഴിക്കാൻ പോകുകയാണ്, അമ്മന്റെ വയറ്റിലുള്ള കുഞ്ഞു ഭാവിയെ ആപ്പിൾ കഴിക്കാൻ പോകുകയാണ്. ഇന്ന് ഐഷു ആപ്പിൾ കഴിക്കി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് കുറെ ദിവസമായിട്ട് അവരുടെ പേര് പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് റിയ കുട്ടി അവരുടെ പേര് പറയും ട്ടോ. അത് ചേച്ചിയുടെ പേര് ഹെന്ന ചേച്ചി, പിന്നെ വിളിക്കുന്നത് ബുജു ആണ്. ബുജു ചേച്ചി, ഹായ് ബുജു ചേച്ചി. ശരി, ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം.